11/7/2026 കറുകച്ചാലി കടന്ന ഒരു റോബറി കേസ്. ആ റോബറി വിതിൻ 24 hours നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അതിലുൾപ്പെട്ട 3 പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അതിൽ മാല ഉദ്ദേശം 5 പവനോളമുള്ള മാല വിറ്റതിൽ ലഭിച്ച സ്വർണവും അതിൻ്റെ പൈസയും റിക്കവർ ചെയ്യാനും പറ്റും. അത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഓപ്പറേഷനായിരുന്നു ഇതിനകത്തെ 3 പ്രതികൾ ചേർന്ന് പ്ലാൻ ചെയ്യുന്നത്. അവർ യാദൃശ്ചിക ബിവറേജിനടുത്ത് കറുകച്ചാൽ ബിവറേജിൽ വെച്ച് ഈ പരാതിക്കാരൻ ജോസഫ് വർഗീസ് നടന്നു വരുന്ന കാണുകയും ജോസഫ് വർഗീസിൻ്റെ പരാതിയിൽ അദ്ദേഹം അവിടുത്തെ അലീന ബാറിൽ കയറി ഒന്ന് മദ്യപിച്ചിട്ട് താഴോട്ടിറങ്ങി നടന്നു വരുന്ന വഴിക്കാണ് ഇതിലെ 1-ാം പ്രതി സുദീപ് പെട്ടെന്ന് യാദൃശ്ചികമെന്ന് തോന്നുന്ന രീതിയിൽ ഇദ്ദേഹത്തെ കയറി പരിചയപ്പെടുകയും അച്ഛായ എന്താണ് വിശേഷം, കണ്ടിട്ട് കുറച്ച് നാളായല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ സൗഹൃദം നടിച്ച് പരിചയപ്പെടുകയും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇന്നത്തെ ചിലവ് മൊത്തം എൻ്റെ വീതം എന്നുള്ള രീതിയിൽ അവിടുന്ന് ഒരു 1 ലിറ്റർ മദ്യം മേടിച്ചത് ഇദ്ദേഹത്തെ കൂട്ടി എവിടെയെങ്കിലും പോയി മദ്യപിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ പരാതിക്കാരൻ തന്നെ പുള്ളിയുടെ ഒരു ബന്ധു ജെയ്സൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ജെയ്സൻ്റെ വീട്ടിൽ പോയി കുറച്ച് മദ്യപിച്ചു. അതിനുശേഷം അവർ വീണ്ടും ബിവറേജിൻ്റെ അടുത്ത് വന്ന് അവിടുത്തെ ഒരു വഴിയിലിരുന്ന് ഒരു ഇടവഴിയിലിരുന്ന് വീണ്ടും മദ്യപിക്കുകയും അതിനുശേഷം വീണ്ടും ഇദ്ദേഹത്തെ കൂട്ടി ഈ അലീന ബാറിൽ തന്നെ വീണ്ടും പോയി ഒന്നുകൂടെ മദ്യപിക്കുകയും അപ്പോഴേക്ക് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ 3 പേര് 1-2-3 പ്രതികൾ ചേർന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഉദ്ദേശം 5 പവനുള്ള മാല കണ്ടതുകൊണ്ട് തന്നെ അത് മാല റോബ് ചെയ്തെടുക്കണമെന്നുള്ള ഉദ്ദേശവും കരുതൽ ഇവർക്ക് ആദ്യം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇദ്ദേഹത്തെ കയറി പരിചയപ്പെടുന്നത്. ഈ മദ്യപാനത്തിനൊക്കെ ശേഷം വലിയ സൗഹൃദഭാവത്തിൽ ഇദ്ദേഹത്തോട് പറയുന്നത് ചേട്ടൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 1-ാം പ്രതി ബൈക്കിൽ കയറ്റി 2-ാം പ്രതി അനീഷ് ആന്റണി ഇദ്ദേഹത്തെ ബൈക്കിൽ കയറ്റുകയും ഒരു ബൈക്കിൽ കയറ്റുകയും 1-3 പ്രതികൾ മറ്റൊരു ബൈക്കിൽ പിന്തുടരുകയും ചെയ്തു. അതിനുശേഷം ഈ ചിങ്ങവന ലിമിറ്റുള്ള കുറിച്ചി മാളികക്കടവ് ഭാഗത്ത് ചെന്ന് ഒരു ഒഴിഞ്ഞ പറമ്പിൽ നടഞ്ഞിടന്ന വീടിൻ്റെ ഒഴിഞ്ഞൊരു പറമ്പിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ അടിച്ച് താഴെയിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉപയോഗിച്ച് കെട്ടി ബലപ്രയോഗം വെച്ച് വലിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്തൊക്കെ ഓരോ പാടുകളുണ്ട്. ബലപ്രയോഗം നടത്തി ഇദ്ദേഹത്തിൻ്റെ മാല പറിച്ചുകൊണ്ട് പോവുക. ആദ്യം ഈ പരാതി പോലീസ് സ്റ്റേഷൻ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനി മദ്യപിച്ച് ഫിറ്റായിട്ട് ഇത് മാല വല്ല നഷ്ടപ്പെട്ടാണെന്നൊരു ചെറിയൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സംശയം അപ്പം തന്നെ വെരിഫൈ ചെയ്യാൻ തീരുമാനിക്കുകയും പരാതി ഇതിനെക്കുറിച്ച് അറിഞ്ഞ നിമിഷം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് 2 രീതിയിലാണ്. ഒന്ന്, പരാതി വെരിഫൈ ചെയ്യുക, 2 എവിഡൻസ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുക. ഈ 2 ഉദ്ദേശത്തിൽ അപ്പോൾ തന്നെ നമ്മളിത് പരിശോധിക്കുകയും പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് വസ്തുതാപരമാണെന്ന് ബോധ്യമായതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് കൃത്യമായ തെളിവുകൾ അലീന ബാറിലെ വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. തൊട്ട് കടന്നു പോകുന്ന കടകളിലെ ഒക്കെ വിഷ്വൽസ് എടുത്തു. അങ്ങനെ അപ്പോഴും നമുക്ക് ഈ പരാതിക്കാരൻ ആളാരാന്ന് അറിയത്തില്ല. 3 പേരെ അദ്ദേഹത്തിന് അറിയത്തില്ല, ഐഡൻറ്റിഫൈ ഇട്ടില്ല. അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുക അവന്മാർ വളരെ ബോധപൂർവ്വം അത് പരിചയം ഭാവിച്ചതാണ്. അപ്പോൾ ആകെ നമുക്ക് ഈ ഫോട്ടോ 1-2 വേഗ വിഷ്വൽസ് മാത്രമാണ് കിട്ടിയത്. ഒരു വണ്ടിയുടെ നമ്പരും അതും വേഗമായ നമ്പർ കിട്ടി. അതിൽ നിന്ന് നമ്മൾ ആ വണ്ടിയുടെ ആർച്ച് ഓണറെ കണ്ടെത്തുകയും അപ്പോൾ ആർച്ച് ഓണറിൽ നിന്ന് പല മാറി പുതിയ ആളുകളെത്തി. ആർച്ച് ഓണർഷിപ്പ് മാറിയിരുന്നു. അപ്പോൾ ആ ഓണേഴ്സിനെ കണ്ടെത്തി ഓരോന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി നമ്മൾ അവസാനം ലാസ്റ്റ് കൈവശം വെച്ചിരുന്ന ഒരു വർക്ക്ഷോപ്പുകാരനെ ഐഡൻറ്റിഫൈ ചെയ്യും. വർക്ക്ഷോപ്പുകാരിൽ നിന്ന് നമുക്ക് ഇതിലെ അനിൽ കെ രാജൻ എന്ന 3-ാം പ്രതിയുടെ ഡീറ്റെയിൽസ് കിട്ടുകയും അതിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ എടുത്തു ഐഡൻറ്റിഫൈ ചെയ്തു. 3 ടീമായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് ഇതിനകത്ത് അന്വേഷണം നടത്തി. ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു സാറിൻ്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി DSP ആയ എൻ്റെ ഒരു ഡയറക്ഷനിലാണ് ഈ കേസിന് അന്വേഷണം നടന്നത്. SI ജയകൃഷ്ണൻ പാത്താൻ SI ആണ്. അദ്ദേഹം അടുത്തിടെ ചാർജ് എടുത്തതേ ഉള്ളൂ. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതിനകത്ത് നടത്തിയേക്കുന്നത്. ജയകൃഷ്ണൻ്റെ കൂടെ ജോഷി സേവർ SCP ഉണ്ടായിരുന്നു. അതിനകത്ത് CPOമായ ജിജിത് കൃഷ്ണനും ആന്റണി സേവിയറും ഡ്രൈവർ അൻവർ ASC ഉൾപ്പെടെയുള്ളൊരു ടീം. ഇത് രാത്രി 2 ദിവസത്തെ സംഭവമാണ്. പക്ഷേ ഉണ്ടായ സമയം മുതൽ നമ്മൾ ഡേ ആൻഡ് നൈറ്റ് ഇതിനായിട്ട് വർക്കൗട്ട് ചെയ്തു. ഒരാളെ നമുക്ക് നാലുകുടിയിൽ നിന്നും, ഒരാളെ കാവാലത്തു നിന്നും, ഒരാളെ നമുക്ക് ആലപ്പുഴ കൊമ്മാടി ഭാഗത്തു നിന്നും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പരാതി കിട്ടി 24 മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്യാം സാർ? ഉറപ്പായിട്ടും പരാതിയെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടി അപ്പം മുതൽ വർക്ക് ചെയ്യുകയാണ്. അതിനകത്ത് ഡിലേ ഒന്നുമില്ല. നമുക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിയെങ്കിൽ പോലും ആ സംശയം അപ്പം തന്നെ നമ്മൾ വെരിഫൈ ചെയ്യണം. കിട്ടിയ വാർഡൊക്കെ വെരിഫൈ ചെയ്യാം. അതിനകത്ത് വേറെ ഡിലേ ഒന്നും ഉണ്ടായില്ല. വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ തന്നെ
അറ്റ് ദ സെയിം ടൈം FIR രജിസ്റ്റർ ചെയ്യും. അതോടൊപ്പം തന്നെ അന്വേഷണം ആരംഭിക്കും. പ്രതികളെ പിടിക്കാൻ അപ്പോൾ തന്നെ നമ്മൾ ടീം സജ്ജമായിരുന്നു. അവർ പോയി ടീമായിട്ട് പലതായിട്ട് തിരിഞ്ഞു. രാത്രിയിൽ വെളുപ്പാങ്കാലത്തോടുകൂടി നമ്മളെല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളായിരുന്നു. പ്രതികളെ നമ്മൾ ഇന്നത്തെ രാവിലെ 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ച് ഇപ്പോൾ റിക്കവറി നടപടികളൊക്കെ ഏകദേശം നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഉപയോഗിച്ച ബൈക്ക് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. ഏകദേശം ഇവർ സ്വർണം വിറ്റ അവർക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് ഏകദേശം 3,50,000 രൂപയ്ക്ക് അവർ സ്വർണം വിറ്റത്. ചിങ്ങവനത്തെ മരിയ ജ്വല്ലറി കൊണ്ടാണ് വിറ്റത്. അതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. റിക്കവറി നമുക്ക് 2,95,000 റിക്കവർ ചെയ്യാൻ പറ്റി. അതാണ് ഇത് വിറ്റ് മേടിച്ച 4 ഗ്രാം മാല അതിനകത്ത് റിക്കവറിക്ക് നമുക്ക് പോസിബിളായി. ബാക്കിയുള്ള ഒരു ബൈക്ക് അത് തുടർന്നുള്ള റിക്കവറി ഇനി അന്വേഷണം നടക്കാനുണ്ട്. ആ അന്വേഷണത്തിൽ ഇവർക്കുള്ള കേസുകളുടെ വിശദവിവരങ്ങളോടെ പരിശോധിക്കാനുണ്ട്. നിലവിൽ ഇവർക്കുള്ള കേസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാം പ്രതിക്ക് സുധീഷ് കുമാറിന് അമ്പലപ്പുഴയിൽ ഒരു ക്രൈം കേസുണ്ട്. 2-ാം പ്രതി അനീഷ് ആൻ്റണിക്ക് 7ഓളം കേസുകളുണ്ട്. അതിൽ 4 കേസുകൾ മോഷണ കേസ് തന്നെയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാധ്യമങ്ങളിലൂടെ പബ്ലിക് ഇത് അറിയുമ്പോൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ പലയിടത്തും നടന്നു കാണും. പലരും സ്വന്തം കുടുംബക്കാർ പോലും ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. മദ്യപിച്ച് എവിടെ വീണ് കളഞ്ഞെന്നായിരിക്കും വിശ്വസിക്കുക. ഈ പ്രത്യേകിച്ച് മദ്യപിച്ച് ഈ ലെവലിൽ എത്തിക്കുന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ അതാണ്. എൻ്റെ ഒരു വിശ്വാസം മുഴുവൻ ഇത്തരത്തിൽ ഇവർ മുൻപ് ക്രൈം ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്ത് അവർ സേഫായിട്ട് ഒരു പക്ഷേ രക്ഷപ്പെട്ടും കാണും. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു പ്ലാനിങ് ഇട്ടത് ഉള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് പുറത്തു വരുന്നതോടുകൂടി ഈ ഗ്യാങ് ഉൾപ്പെട്ട മറ്റു പല കേസുകളും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്ഥിരം മോഡസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഇത് പെട്ടെന്നുള്ള ഒരു സംഭവമല്ല. വളരെ പ്രിപ്പയർഡാണ്, വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാളെ കുടിപ്പിച്ച് കിടത്തി കാശ് മാല പറിച്ചു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. അടുക്കായി. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇവർ പ്രതീക്ഷിച്ചത്രയും പുള്ളി മദ്യപിച്ചിട്ടില്ല. പുള്ളിക്ക് ആളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പുള്ളിക്ക് മാല എടുക്കുമ്പോൾ പുള്ളി മാല പറിക്കരുത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പോലീസിന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ തന്നതും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബോധം തികച്ചും ബോധമുള്ള വ്യക്തി തന്നെയാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സഹായം അദ്ദേഹം വന്ന് കൃത്യമായിട്ട് പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ശേഷമാണ് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായ എവിഡൻസ് ഇവരിലേക്ക് എത്താനുള്ള എവിഡൻസ് കിട്ടിയിരുന്നു. വിക്ടിമിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് ശേഷം നമ്മൾ അറസ്റ്റിലോട്ട് കടക്കുകയും ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്തു. കണിച്ചോട് അത് കൂട്ടുകാരാണ്. അതിന് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല. അത് സുഹൃത്താണ്. അതായത് ഭാര്യയുടെ സുഹൃത്താണ്. അവർ ആദ്യം മദ്യപിക്കാൻ പോയ സ്ഥലമെന്ന നിലയിൽ മാത്രമാണത്. അവിടെ വെച്ച് ഈ ഒഫൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഒഫൻസ് കറകച്ചാൽ ലിമിറ്റിൽ മദ്യപിക്കുന്ന ബ്യൂറേസിന് മുമ്പിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവിടെ വെച്ച് തന്നെ ഈ മാല ഇങ്ങനെ കാണുകയും അവിടെ വെച്ച് തന്നെ പ്ലാനിങ് ഉണ്ടാകുകയും ഒരു പരിചയമില്ലാത്ത ഒരാളെ പരിചയം ബന്ധപ്പെടുന്നു അടുത്ത സുഹൃത്തെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി മദ്യപിപ്പിക്കുകയാണ് ചെയ്തത്. അത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഒരു പെക്യുലിയർ മോഡസ് ഓപ്പറാൻഡിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ വേറെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മറ്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഹോം സ്റ്റേഷൻ അല്ലെങ്കിൽ ഇവർക്ക് ക്രൈം കേസ് ഉള്ള സ്റ്റേഷനിലൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ വിശദമായ അന്വേഷണ കാര്യത്തിലുണ്ടാകും. പുതിയ കേസുകളുണ്ടാകും. അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. പരാതിക്കാരൻ പുന്നവേലി. അതെ. എത്ര വയസ്സുള്ളത്? 62 വയസ്സ്. അവരുടെ പേര് ജോസഫ് വർഗീസ്, 61 വയസ്സ്, ശാന്തി.